സർ, കെ.എസ്.ഇ.ബി. സ്വകാര്യവൽക്കരിക്കാൻ ഒരുങ്ങുന്നു. കെ.എസ്.ഇ.ബി. ഇതാ കുത്തകകൾക്ക് എഴുതി കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ കെ.എസ്.ഇ.ബി. കുത്തകകൾക്കോ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കാനോ സാധിക്കുന്ന ഒന്നാണ്? തീർച്ചയായിട്ടും കെ.എസ്.ഇ.ബിയെ സ്വകാര്യവൽക്കരിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ കേരളത്തിൽ വൈദ്യുതി വാങ്ങുന്നത് 8 രൂപ 20 പൈസ മുതൽ 9 രൂപ 50 പൈസ വരെ കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ വൈദ്യുതി വാങ്ങുന്നത്. എന്നാൽ ഇത് സ്വകാര്യവൽക്കരിച്ചു വന്നിരിക്കട്ടെ, നമുക്ക് 2.25 രൂപ 2 രൂപ 20 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങിക്കാൻ സാധിക്കും. കൂടി വന്നാൽ 2 രൂപ 50 പൈസ, 2 രൂപ 80 പൈസ, 3 രൂപ 30 പൈസ, ഇത്രയൊക്കെ മതി. അപ്പോൾ ഞാനിത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയാം. നമ്മൾ കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജല വൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. മഴ പെയ്യുന്നു, വെള്ളം നദികളിലൂടെ ഒഴുകുന്നു, അണകെട്ടി നിർത്തി നമ്മളത് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ പച്ചവെള്ളത്തിന് നമുക്ക് വില കൊടുക്കാതെയാണ് കിട്ടുന്നത്. എന്നാൽ സ്വകാര്യ മേഖലാ കമ്പനികൾ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്? അവർ ഡീസൽ കത്തിക്കുന്നു, നാഫ്ത കത്തിക്കുന്നു, കൽക്കരി കത്തിക്കുന്നു, അല്ലെങ്കിൽ വിൻഡ് എനർജി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, ഒരു കാറ്റാടി യന്ത്രത്തിന് 5 കോടി രൂപ വിലയുണ്ട്, ചെലവുണ്ട്. അങ്ങനെയുള്ള കാറ്റാടി യന്ത്രങ്ങൾ 100 കണക്കിന് സ്ഥാപിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ സോളാർ പാനൽ സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സ്വകാര്യ മേഖലയിൽ. അപ്പോൾ സ്വകാര്യ മേഖലയില് വലിയ പണച്ചെലവോടുകൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് പോലും കേവലം 2 രൂപ 50 പൈസ, 20 പൈസ, 2.80 ഇങ്ങനെ അവർക്ക് ഇത് സർക്കാരിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് സ്വകാര്യവൽക്കരിച്ചാൽ കുഴപ്പം? ഈ ചോദ്യം മലയാളിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ വളരെ വ്യക്തമായിട്ട് ചില കണക്കുകൾ മലയാളികളായ നമ്മളുടെ മുമ്പിൽ വെക്കുക. സൗദി കമ്പനി ആയിട്ടുള്ള അൽ ജോമൈഹ് എനർജി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ വൈദ്യുതി ഉണ്ടാക്കി ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒമാൻ ഗവൺമെന്റിലെ, ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്പ്രിംഗ് എനർജി ഇന്ത്യയിൽ വൈദ്യുതി ഉണ്ടാക്കി 2 രൂപ 50 പൈസയ്ക്ക്, 2 രൂപ 80 പൈസയ്ക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ വിൻഡ് പവർ കാറ്റാടി യന്ത്രങ്ങളിൽ നിന്ന് 2 രൂപ 80 പൈസ മുതൽ 3 രൂപ 30 പൈസയ്ക്ക് വരെ വൈദ്യുതി ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ വാങ്ങുന്നുണ്ട്. കാറ്റാടി സൗരോർജം ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് ഇടതടവില്ലാതെ വൈദ്യുതി കൊടുക്കുന്ന സ്വകാര്യ കമ്പനികളുണ്ട്. 4 രൂപ മുതൽ 4 രൂപ 50 പൈസ വരെ അവർ വാങ്ങുന്നുള്ളൂ. കൽക്കരി കത്തിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയില്. അവര് 3 രൂപ മുതൽ 4 രൂപ 30 പൈസ വരെ വാങ്ങുന്നുള്ളൂ. അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഈ മുഴുവൻ വൈദ്യുതിയെയും വിതരണം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയുണ്ട്. ഈ ഏജൻസി വഴി രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് പോലെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ വൈദ്യുതി വിതരണം നടക്കുമ്പോൾ അവർ യൂണിറ്റിന് മേടിക്കുന്നത് 2 രൂപ 50 പൈസ മുതൽ 2 രൂപ 80 പൈസ വരെയാണ്. അപ്പോൾ അവിടെ സ്വകാര്യ മേഖലയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, വിതരണം ചെയ്യുന്നത്. അങ്ങനെ നിരവധി കമ്പനികൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ കേരളത്തിൽ നമ്മൾ വൈദ്യുതി വാങ്ങുന്നത് എത്രയാണ്? 8 രൂപ 25 പൈസ മുതൽ 9 രൂപ 20 പൈസ വരെ വീടുകളിലും, കടകളിലാണെങ്കിൽ 8 രൂപ 90 പൈസ മുതൽ 9 രൂപ 50 പൈസ വരെ കൊടുത്തിട്ടുമാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വൈദ്യുതി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണോ? കേരളത്തിലെ 38 ജലവൈദ്യുത പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ പണി തുടങ്ങി അത് ഉൽപാദനം ആരംഭിച്ചിട്ടില്ല. അപ്പോൾ പച്ചവെള്ളത്തിൽ നിന്ന് സൗജന്യമായിട്ടുണ്ടാക്കാവുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതെ അനുമതി കിട്ടിയ 38 ജലവൈദ്യുത പദ്ധതികൾ തടസ്സപ്പെടുത്തിയിട്ടിട്ട് കേരളത്തിലെ ഇടത് വലത് ഗവൺമെന്റുകൾ എന്തിനാണ് വൈദ്യുതി വാങ്ങിക്കുന്നത്, പുറമേ നിന്ന് വാങ്ങിക്കുന്നത്? ഒരു സംശയവും വേണ്ട, പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നതിന്റെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണെന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇനി ആരൊക്കെയാണ് ഇന്ത്യയിലെ വൈദ്യുതി വിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അദാനി പവർ, അദാനി ഗ്രീൻ എനർജി എന്നാണ് അതിന്റെ പേര്. അദാനി പവർ, അതേപോലെ ടാറ്റ പവർ, റിന്യൂ പവർ, ACME സോളാർ, JSW എനർജി, അതുപോലെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഒക്കെ വൈദ്യുതി കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ്, 2 രൂപ 17 പൈസക്കാണ് കൊടുക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഒമാൻ എന്ന രാജ്യത്തിന്റെ സ്പ്രിംഗ് എനർജിയും സൗദി അറേബ്യയുടെ അൽ ജോമൈഹും, ഇവരൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയാണ്
കേരളം വാങ്ങിച്ചിട്ട് KSEB വഴി വിതരണം ചെയ്യുമ്പോൾ ഈ 2 രൂപ, ഈ 2.25 രൂപ, 2.5 രൂപ, 2 രൂപ 80 പൈസയ്ക്ക് കിട്ടുന്ന വൈദ്യുതിയാണ് 8 രൂപ മുതൽ 9.5 രൂപ വരെ കേരളത്തിലെ KSEBയിൽ കൂടി നമുക്ക് കിട്ടുന്നത്. ഞാൻ ഈ കണക്കുകൾ ഇത്ര വ്യക്തമായിട്ട് പറയാൻ കാരണം പൊതുജനങ്ങൾക്ക് നേരിട്ട് കയറി പരിശോധിച്ച് നോക്കി ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സത്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ 38 ജലവൈദ്യുത പദ്ധതികൾക്ക് അനുമതി കിട്ടിയിട്ടും അത് തുടങ്ങാതെ പൂട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ പാതി വഴിക്ക് പണി ഉപേക്ഷിച്ചിട്ട് ഈ സ്വകാര്യ കുത്തകകളുടെ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന വൈദ്യുതി വാങ്ങുന്നത് എന്തിനാണ്? ഈ ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ സ്വന്തം നദികളിൽ നിന്ന് പച്ചവെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയാൽ കമ്മീഷൻ കിട്ടാനില്ല. നേരെ മറിച്ച് ഈ സ്വകാര്യ കമ്പനികളിൽ നിന്ന്, ഞാൻ ഈ പറഞ്ഞ 8ഓളം സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഇവർ വൈദ്യുതി വാങ്ങി കേരളത്തിൽ വിതരണം ചെയ്യുമ്പോൾ കമ്മീഷൻ അടിക്കാൻ പറ്റും. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നയമാണ് മാറേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ താല്പര്യമില്ല. അവർ 8 രൂപയ്ക്കും 9 രൂപയ്ക്കും വൈദ്യുതി വാങ്ങുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2 രൂപ 25 പൈസ, 2 രൂപ 50 പൈസ, 2 രൂപ 80 പൈസ, കൂടി വന്നാൽ 3 രൂപ 30 പൈസ. അത്രേ ഉള്ളൂ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൈദ്യുതി. നമ്മൾ ഓർക്കണം, അവിടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡീസൽ കത്തിച്ച്, അല്ലെങ്കിൽ നാഫ്ത കത്തിച്ച്, അതല്ലെങ്കിൽ കൽക്കരി കത്തിച്ച്, അതല്ലെങ്കിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഇങ്ങനെയൊക്കെ വൈദ്യുതി ഉണ്ടാക്കിയിട്ട് പോലും കേരളത്തിന്റെ 4/1 വിലയ്ക്ക് BJP സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചുകൂടാ? നേരെ മറിച്ച് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നു എന്ന് പറയുന്ന കേരളത്തിലെ LDF-ഉം UDF-ഉം ഇന്ന് വൈദ്യുതി വാങ്ങിക്കുന്നത് ഇതേ സ്വകാര്യ മേഖലയിൽ നിന്നാണ്. ആ സ്വകാര്യ മേഖലയിൽ നിന്ന് അവർ വൈദ്യുതി വാങ്ങിക്കുന്ന സ്വകാര്യ കമ്പനികളുടെ പേരാണ് ഞാനിവിടെ പറഞ്ഞ അദാനി ഗ്രീൻ എനർജി, ടാറ്റ പവർ, റിന്യൂ പവർ, JSW എനർജി, അതുപോലെ ACME സോളാർ. ഇതൊക്കെ തന്നെ സ്വകാര്യ കമ്പനികളാണ്. ആ സ്വകാര്യ കമ്പനികളിൽ നിന്ന് LDF-ഉം UDF-ഉം വൈദ്യുതി മേടിച്ച് KSEBയുടെ ലൈനിൽ കൂടി നമുക്ക് തരുമ്പോൾ നമ്മൾ പാവപ്പെട്ട മലയാളി പൊട്ടം കളിക്കുകയാണ്. സർക്കാരിന്റെ വൈദ്യുതിയാണെന്നാണ് നമ്മൾ ഓർക്കുന്നത്. ഒരിക്കലുമല്ല, ഇത് സർക്കാരിന്റെ വൈദ്യുതിയല്ല. മലയാളി ഇന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതി 90% സ്വകാര്യ വൈദ്യുതി തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 2.25 രൂപ മുതൽ 3 രൂപ 30 പൈസ വരെ കൊടുത്താൽ ജനങ്ങൾക്ക് കിട്ടുന്ന വൈദ്യുതി 8 രൂപ 20 പൈസ മുതൽ 9 രൂപ 50 പൈസ വരെ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്, എന്തായാലും KSEBക്ക് ഈ നിലയിലേക്ക് സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. 8 രൂപ വരെ ഈടാക്കിയിരുന്ന ചാർജ് കുത്തനെ 2 രൂപയിലേക്ക് എത്താൻ പോലും സ്വകാര്യവൽക്കരിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. ഈ നിലയിലേക്ക് UDF സർക്കാർ ഒരാലോചനയുമായി KSEBയെ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണെങ്കിൽ രാഷ്ട്രീയമെല്ലാം മറന്ന് യഥാർത്ഥത്തിൽ അതിന്റെ ഗുണവും ദോഷവും നമ്മൾ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ ഏറെ ഉപകാരപ്രദമായ അല്ലെങ്കിൽ ആളുകൾക്കേറെ ഗുണകരമാകുന്ന ഒരു രീതിയായിരിക്കും അല്ലെങ്കിൽ ഒരു പദ്ധതിയായിരിക്കും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതും ഈ രീതിയിൽ വൈദ്യുത മേഖല സ്വകാര്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ലാഭം നേടി എന്നുകൂടി വിമർശിക്കുന്നവർ ഒരു അന്വേഷണം നടത്തിയാൽ നന്നായിരിക്കും. എന്തായാലും KSEB സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ CPM ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം ഒരു ആലോചന എന്നുള്ളതേ മുന്നോട്ട് വന്നിട്ടുള്ളൂ. ആശയം പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല, പദ്ധതി പൂർണ്ണമായും പ്രഖ്യാപിച്ചിട്ടുമില്ല. അതിനിടയിൽ തന്നെ ഏറെ വിമർശനങ്ങളുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുമോ ഇല്ലയോ എന്നുള്ളത് പൊതുജനം തന്നെയാണ് ചിന്തിക്കേണ്ടത്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.